ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. കൊടുങ്ങല്ലൂർ പൺകേഴ്സ് ഹാളിൽ നടന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് N. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 13 തൊട്ട് 2023 നവംബർ ആയപ്പോഴത്തേക്കും 10 വർഷം കഴിഞ്ഞു. ഇനി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയിൽ നിന്ന് 5 പൈസ പോലും പെൻഷൻ നൽകാൻ വേണ്ടി മാസ്റ്റർ ട്രസ്റ്റിലേക്ക് നൽകാൻ കഴിയത്തില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ആ നിലപാട് ഉത്തരവാക്കി ഇറക്കിയപ്പോൾ ഇത് മാസ്റ്റർ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോടങ്ങ് ഒഴിവാക്കി. അപ്പം ആ ഉത്തരവിനെതിരെ നമ്മൾ നിരന്തരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പിൻവലിക്കണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ ഉത്തരവ് പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ ഏതാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി വൈദ്യുതി ഊർജ്ജ വകുപ്പിൽ നിന്നും അതൊരു നിയമവശമാണ്. ഒരു ഉത്തരവ് പിൻവലിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിയമവകുപ്പിലേക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. നിയമവകുപ്പ് അത് പഠിച്ച് വേണ്ട കാര്യങ്ങൾ ഉടനടി ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും ഇപ്പോൾ ആകാംക്ഷയുള്ളൊരു വിഷയമാണ് നമ്മുടെ ക്ഷാമാശ്വാസം DA. നമുക്കറിയാം 2022 ജനുവരി തൊട്ടുള്ള DA കഴിഞ്ഞ ഓഗസ്റ്റിൽ നമുക്ക് കിട്ടി. 2024 ഓഗസ്റ്റിൽ നമുക്ക് കയ്യിൽ നമ്മുടെ പെൻഷനിൽ വാങ്ങി. പക്ഷേ ഏതാണ്ട് 30 മാസത്തെ കുടിശ്ശികയാണ് കിടക്കുന്നത്. 2022 ജനുവരി മുതൽ 2024 ജൂലൈ വരെയുള്ള 31 മാസത്തെ കുടിശ്ശിക അവിടെ കിടപ്പുണ്ട്. ഡിവിഷൻ പ്രസിഡന്റ് KN രാമൻ അധ്യക്ഷനായി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ മുഖ്യാതിഥിയായി. V. സ്മിത ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി AJ പോൾസൺ, ഡിവിഷൻ സെക്രട്ടറി PF ഷൈൻ, EA ഫിറോസ്, KS മധുസൂദനൻ, മണി കാർത്തികേയൻ, VK സഹദേവൻ, AB മുഹമ്മദ് സഗീർ, AV ഫ്രാൻസിസ്, KP മായാദേവി, NA മുഹമ്മദ് അഷ്റഫ്, PA അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി EA ഫിറോസിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി PF ഷൈൻ, ട്രഷററായി VK സഹദേവനും ഉൾപ്പെടെ 35 അംഗ നിർവാഹക സമിതിയെ യോഗം തിരഞ്ഞെടുത്തു.